ഇത് നമ്മുടെ തൃശ്ശൂര് തന്നെയാണ്. തൃശ്ശൂര് നമ്മുടെ ജയലക്ഷ്മി കഴിഞ്ഞിട്ടുള്ള ആ റൗണ്ടിന്റെ അവിടെ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നിരു കുട്ടിക്കാലം മുതൽ നിരുവിന് നമ്മൾ ഡ്രസ്സൊക്കെ ഇപ്പോൾ ടീഷർട്ട് ആണെങ്കിലും അതുപോലെ തന്നെ ഈ നിക്കറാണെങ്കിലും നിക്കറൊക്കെ നമ്മൾ മാക്സിൽ നിന്നാണ് നമ്മൾ മേടിക്കാറ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ക്വാളിറ്റി ഐറ്റംസുകൾ കിട്ടും. അത് മാത്രമല്ല നമുക്ക് ഒത്തിരി ഉപയോഗിക്കുകയും ചെയ്യാം. വലിയ പെട്ടെന്ന് കംപ്ലൈന്റ് ആവില്ല. അത് നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്നത്. BR ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കല്യാണത്തിന് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിരുവിനൊരു ടീഷർട്ട് മേടിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ തൃശ്ശൂർക്ക് വന്നിരിക്കട്ടെ. തൃശ്ശൂര് നമ്മൾ മാക്സിമം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ആ കല്യാണ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി തൃശ്ശൂർക്ക് നിരുവിന് ടീഷർട്ട് മേടിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. നമുക്കൊന്ന് സെലക്ട് ചെയ്യാം ഏറ്റവും ഇഷ്ടപ്പെട്ട ടീഷർട്ടുകൾ ഏതൊക്കെയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ തൃശ്ശൂരത്തെ മാക്സ് ഉണ്ട്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് ഇതൊക്കെ കെട്ടിയിട്ട് ഫുള്ളായിട്ട് അതിന്റെ റീ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറാം. നമുക്ക് അപ്പോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചെറുപ്പം തൊട്ട് ഞാൻ മാക്സ് എന്നാണ് വാങ്ങിക്കാറുള്ളത്. ഇതിന്റെ അടിയിലത് അതെ. നമുക്ക് കിച്ചന്റെ അങ്ങോട്ട് പോവാം. ഇവിടെ ഇപ്പൊ തൃശ്ശൂര് ഞങ്ങള് മാക്സ് പിന്നെ ശോഭ സിറ്റി ഉണ്ടല്ലോ. അവിടെ നിന്നും കൂടുതൽ എടുക്കാറുണ്ട് ഞങ്ങള്. അപ്പൊ ഞങ്ങള് ലിഫ്റ്റിനുള്ളിൽ കയറിയിട്ടുണ്ട്. ശോഭ സിറ്റി ഞാൻ പറഞ്ഞല്ലോ. ശോഭ സിറ്റിന്ന് ഞങ്ങൾ മാക്സിന്ന് ഡ്രസ് എടുക്കാറുണ്ട്. ഇവിടുത്തെ തൃശ്ശൂരിന്റെ മാക്സിന്റെ മാത്രമായിട്ടുള്ള ഷോപ്പാണ്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കാൻ സ്റ്റോപ്പായി നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരുവിന് പറ്റുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ടീഷർട്ടുകൾ. അപ്പൊ ഇഷ്ടപ്പെട്ട ടീഷർട്ട് ഏതാണ് നീ തന്നെ തെരഞ്ഞെടുത്തോളാം. ഓക്കെ, നോക്കാം. ഇതാണ് കിഡ്സിന്റെ ടീഷർട്ടുകള്. ഇതാണ് മറ്റേ ഗുരുവായൂരമ്പലം സിനിമയിലെ ആ വീഡിയോ കിട്ടാൻ ഡ്രസ്സാണ് ഇതൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ട്. കാണാൻ ചിലപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ടുകളാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മേടിക്കുമ്പോൾ ഇതിന്റെ ഈ കഴുത്തൊക്കെ വല്ലാണ്ട് വലിയ, പക്ഷെ ഇതൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് നമ്മൾ കമ്പനി പ്രൊഡക്ട്സുകളായിരിക്കും. സൂപ്പർ ബ്രാൻഡാണ് മാക്സി. ഇതായിരുന്നു, പക്ഷെ അതിന്റെ സ്മോളില്ല. ഈ മീഡിയ ഒക്കെ ഭയങ്കര വലിയ സ്മോൾ തന്നെ. ഞാൻ വന്നു. ഇതെങ്ങനെയുണ്ട്? അപ്പോ നിരുവിന് ഇഷ്ടപ്പെട്ട ഒരു ടീഷർട്ട് എടുത്ത് പോയിട്ട് ഇട്ട് നോക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാട്ടോ അല്ലേ? കുഴപ്പമില്ല. പക്ഷെ പ്ലെയിൻ ആണ്, വേറെ ഒന്നും ഇല്ലെന്ന് നോക്കാം. നിന്റെ കംഫർട്ടബിൾ ആണ്. ഓക്കെ, അത് ആൾക്ക് ഇഷ്ടപ്പെട്ട ഷർട്ടാണ് കേട്ടോ. ടീഷർട്ടാണ് മേടിച്ചിട്ട് നോക്കിയത്. കുഴപ്പമില്ല, കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ ഫ്രണ്ടിലൊരു ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കുട്ടിത്തം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. വേറൊന്നുമില്ല. അപ്പൊ ഇത് കൊള്ളാട്ടോ, നല്ല സ്റ്റൈലുണ്ട്, കാണാൻ നല്ല ലുക്ക് ഉണ്ട്. അപ്പൊ ഇതെന്തായാലും അതെ, ഇതിൽ ഞങ്ങൾ കൈപ്പിച്ചിട്ടുണ്ട്. ഇതിലും ബെറ്റർ ആയിട്ടുള്ള കിട്ടും നോക്കാം. നമുക്ക് അത് എടുക്കാം. ഓക്കെ, നമ്മളിപ്പോ കുറെ തപ്പി നടന്ന് നമ്മൾ തപ്പിയിട്ടാണ് നമുക്കിത് കിട്ടിയത്. കാരണം ആൾക്ക് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ സൈസ് വേണം. സ്മോൾ സൈസ് ആണ് കറക്റ്റ് ആവുള്ളൂ. മീഡിയം കിട്ടാൻ നല്ല വലിപ്പം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് സ്മോൾ സൈസ് വേണം. അപ്പൊ ആ സ്മോൾ സൈസ് നമ്മൾ എടുക്കും. പിന്നെ ഇതിലൊക്കെ സ്മോൾ സൈസ് ഉണ്ട്, പക്ഷെ അത് കളറൊന്നും ഒരു ചൂവില്ല, ഒരു ചൂമ്പില്ല. പിന്നെ ഈ കാണാൻ അതായത് ഒരു രസമില്ല, കളറിനൊരു അട്രാക്റ്റീവ് ഇല്ല. അതുപോലെ തന്നെ ഇത് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. നമ്മളത് എടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ ഇതിന് ഞാനെടുത്താണ്.
പിന്നെ ഇത് എടുത്തിട്ടുണ്ട് ബ്ലാക്ക് അല്ലേ, അങ്ങനത്തെ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതില്ല, ഒരുമാതിരിപ്പെട്ട കളറൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ശരി, പുതിയ വെറൈറ്റി നോക്കിയതാണ് നമ്മൾ. പിന്നെ കുറെ സ്മോൾ സൈസിന് കിട്ടും വേണേ, സ്മോൾ സൈസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതിലും അതെ, ഇത് നല്ല കളറായിരുന്നു സ്കൈ ബ്ലൂ, പക്ഷെ അത് മീഡിയം മുതൽ സ്റ്റാർട്ട് ചെയ്തില്ല, സ്മോൾ ഇല്ല. നമസ്കാരം ഉണ്ട്. ഞാൻ ഞെട്ടിയാദ്യം പറഞ്ഞു. പിന്നെ ഇത് ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക് ആണ്. ഇതിലും അതെ മീഡിയം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിലില്ല, ഇതിലൊക്കെ മീഡിയം. പിന്നെ സ്മോൾ ഇരിക്കുന്നത് ഈ കളറാണ്, ഇതും വലിയ ഒരു ഗുമ്പില്ലാത്തൊരു കളറാണത്. അപ്പൊ അതുകൊണ്ടാണ് ഉള്ളത് സജക്ട് ചെയ്യണ്ടെന്ന് വെച്ചത്. പിന്നെ ഞാൻ കൂടുതൽ വരുമ്പോ പിന്നെ നോക്കിയേ, ഒരു മിനിറ്റ്, ഇതിന്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണിത്. പക്ഷെ സ്മോള്, പക്ഷെ ഇതിനെക്കാട്ടിയും കളർ കാണാൻ ഭംഗി ഇതിന്റെ. അപ്പൊ ഇത് നമുക്ക് ഫിക്സ് ചെയ്യാൻ എന്തായാലും അല്ലേ, നോക്കിയോക്കാം നമുക്ക്. പിന്നെ ഞാനിവിടെ വന്നതിനെപ്പോ ഈ കണ്ണാടി ഉണ്ടല്ലോ, അത്യാവശ്യം വലിപ്പല്ലേ, ഞാൻ കണ്ണാടിയിൽ എപ്പോഴും നോക്കും. നല്ലൊരു സത്യം പറഞ്ഞ അല്ലേ, അതിപ്പോ എല്ലാരും അതെ ഇതേപോലത്തെ കണ്ണാടി. ഇതാണ് എന്റെ ഒരു കഥ എന്ന് പറയുന്നത്. മാത്സ് ഞാൻ പിന്നെ ചെറുപ്പം തൊട്ടേ പറഞ്ഞോണ്ട് പറയാം, അടിപൊളി നല്ല ഐറ്റംസ്. ഞാൻ മാക്സ് ആണ് പാന്റ് നല്ലത്, അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടും. ഇവിടെ വന്നതിന് അടിപൊളിയാ, നല്ല പെട്ട സാധനങ്ങളെ കിട്ടും, മൊത്തം ട്രെൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ ഇത് ഞാൻ പഠിച്ചില്ല, ഇത് സിനിമയിലുണ്ട്. ഹലോ മമ്മി എന്ന സിനിമയിൽ മൊത്തം ഇങ്ങനത്തെ ടീഷർട്ട് അല്ലേ, ഈ സിനിമയിൽ ബ്രാൻഡഡ് ടീഷർട്ടുകളാണ് ഇവിടെ മെയിൻ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ടീഷർട്ട് ആണെങ്കിലും ഷർട്ട് ആണെങ്കിലും പാൻസ് ആണെങ്കിലും എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇത് മാത്രല്ല കേട്ടോ, അത് അവിടെ ഉണ്ടല്ലോ, അവിടെ പാന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ടല്ലേ അവിടെ കുറെ പാന്റുകളുണ്ട്. നമ്മുടെ ഇതിന്റെ ജീൻസിന്റെ പാന്റുകളുണ്ട്. ഇതാണ് ഷോർട്സ്. ഇതാണ് നമ്മൾ വെളിയിലേക്ക് ഇടാൻ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഇതിപ്പോ ഇത് കണ്ടില്ല, ഇത് ഇച്ചിരി ഇറക്കം കൂടുതൽ ഈ പാന്റ്. അപ്പൊ ഇതിന് എത്ര ഇറക്കമുണ്ട് പുറത്ത്, അങ്ങനത്തൊക്കെ വാങ്ങിക്കാൻ നോക്കുക ഞാൻ. ഷോർട്സ് കൊള്ളാം, അങ്ങനെയൊക്കെ. പിന്നെ ഷർട്ട് ഉണ്ട്, പക്ഷെ എനിക്ക് അത്ര ഗുമ്മായിട്ട് തോന്നുന്നു, എനിക്ക് അത്ര കംഫർട്ട് ആയിട്ട് തോന്നുന്നു. ഷർട്ട് കുറച്ചുകൂടി വലുതായാലും ഇടാം, ടീഷർട്ട് അങ്ങനെയല്ല. ടീഷർട്ട് ഒന്നും നല്ല നമ്മൾ എക്സിബിഷന്റെ വീഡിയോയിൽ പറയുന്നത് ലിങ്ക് ചെയ്യാട്ടോ, വീഡിയോ അടിയിലെ. അങ്ങനെയൊക്കെ ഉണ്ട് ഈ മാക്സിൽ വരുമ്പോഴുള്ള പ്രത്യേകതയും കാര്യങ്ങളൊക്കെ, ഭയങ്കര രസമാട്ടോ. അപ്പൊ നമുക്ക് ഇനി ബില്ല് കൊടുത്ത് ഇറങ്ങാം. ബില്ല് കൊടുക്കാം, നമുക്ക് ബില്ല് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ബില്ല് കൊടുക്കാൻ വേണ്ടി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ ഇനി താഴെ അടിയിലാണ്, 1ാമത്തെ ഫ്ലോറിലാണ്. അതുപോലെ തന്നെ ഈ കണ്ണടയില്ലേ, ഈ കണ്ണട ഞാൻ എക്സിബിഷൻ വാങ്ങിച്ചത്, അതേപോലെ തന്നെ അത് ഞാൻ അടിയിൽ ലിങ്ക് ചെയ്യാനായിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ലിഫ്റ്റ് നമ്മൾ അമർത്തിയുണ്ട്, അങ്ങോട്ട് താഴെ വെക്കണത് മുകളിലേക്ക് ഇപ്പോൾ വരും. പിന്നെ ഇനി ശോഭ സിറ്റിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചാ, പിന്നെ സമയം കിട്ടില്ലല്ലേ. ശോഭ സിറ്റി പോയി കഴിഞ്ഞാല് ശോഭ സിറ്റിയുടെ വീഡിയോ നമ്മൾ വേറെ അപ്പൊ നമുക്ക് ശോഭ സിറ്റി മൊത്തം അവിടെ കൂടുതലുണ്ടാവും, മാക്സിൽ ഫുൾ ആയിട്ടുള്ള വീഡിയോ, അവിടെ കൂടുതൽ സംഭവം ഉണ്ടാവും. അപ്പൊ നമുക്ക് ലിഫ്റ്റ് കയറാം. ലിഫ്റ്റ് ഇവിടെ അടിപൊളി ആയിട്ട് പറഞ്ഞു, സൂപ്പർ സംഭവമൊക്കെയാണ് മാക്സിൽ. മാക്സാണ് എപ്പോഴും വാങ്ങിക്കാൻ പറഞ്ഞല്ലോ. ശോഭ സിറ്റിയിലാകുമ്പോൾ ഇതിന് ഇരട്ടിയും സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ഇവിടെ ഇച്ചിരി കുറവ്. ഇവിടെ ഇതെവിടെ സ്ഥലം? ഇത് നമ്മുടെ തൃശ്ശൂര് തന്നെയാണ്. തൃശ്ശൂര് നമ്മുടെ ജയലക്ഷ്മി കഴിഞ്ഞിട്ടുള്ള റൗണ്ടിന്റെ അവിടെയാണ് ഈ സ്ഥലമല്ലേ, അടിപൊളി. ബില്ല് കൊടുക്കണം. അതെ, ബില്ല് കൊടുക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുന്നത്തെ ആഴ്ച കൊണ്ട് വന്ന ടി വി ഞാൻ വാങ്ങിച്ചോ. ഇടയ്ക്കിടയ്ക്ക് അപ്പൊ കഴിഞ്ഞ ആഴ്ച അപ്പൊ ഈ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് കല്യാണത്തിന്റെ, അപ്പൊ അതിനു വേണ്ടി ബിരിയാണി വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരേ ബിരിയാണി നമ്മള് വീഡിയോസിനൊക്കെ ഇടാവും, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ. അപ്പൊ ബില്ലടിക്കുന്ന അവിടുത്തെ ഒരു മാഡം ഉണ്ട്, അവര് ഓഫറും കാര്യങ്ങളൊക്കെ പറയണ നമ്പറിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ സംഭവങ്ങളൊക്കെ നോക്കി എന്തായാലും അത് നമ്മള് പറയണ സംഭവങ്ങളൊക്കെ ബില്ലടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുക സംഭവത്തെ കുറിച്ചൊക്കെ. ഇതിവിടെ നമുക്ക് അത്യാവശ്യത്തിന് ക്യാപ്പ് സംഭവങ്ങളൊക്കെ കിട്ടും. ഞാൻ ഇപ്രാവശ്യം എടുക്കില്ല, അടുത്ത സാധനം കിട്ടും. 290 പേരുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ എത്ര ഐറ്റംസ് ഒക്കെ ഉണ്ട്, ചെറിയ പിള്ളേരുടെ ഡ്രസ്സ്, അതേപോലത്തെ ഓർണമെന്റ്സും സാധനങ്ങളൊക്കെ ഉണ്ട്, ബാഗുകള്, കിഡ്സ്, അതിന് ഷൂ ഒക്കെ ഉണ്ട്. ഷൂ ഒക്കെ എനിക്കൊരു ഷൂ വാങ്ങിക്കണം, എനിക്ക് വീഡിയോ നോക്കാം. എന്തായാലും ഷൂ വാങ്ങിക്കണം. ഇപ്പൊ എന്തായാലും വേണ്ട, എന്തായാലും ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ വരും. അത് നമ്മള്
500 രൂപ അടയ്ക്കുകയാണ് വെച്ചെങ്കിൽ നമുക്കൊരു കൂപ്പൺ കാർഡ് കിട്ടും. അപ്പോൾ എടുക്കുന്ന പ്രൊഡക്റ്റിന് 250 രൂപ അടച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് അതിൽ പോയിന്റ്സുകൾ കയറും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 2 കാർഡ് വേറെ കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ റിഡക്ഷൻ കിട്ടും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വേണ്ട, അടുത്ത പ്രാവശ്യം നമ്മൾ അടിക്കടി പറിച്ചെടുത്തു. ഇപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ നമ്മളെല്ലാ സാധനവും മാക്സിമം മേടിക്കുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ എപ്പോഴും പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ഓഫറാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം വേണ്ട, അടുത്ത പ്രാവശ്യം ആവാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ അടിപൊളിയായിരുന്നല്ലേ? അടിപൊളി. അപ്പോൾ എന്തായാലും കല്യാണത്തിന് ഇടാനുള്ള ടീഷർട്ട് കല്യാണത്തിനുള്ള ടീഷർട്ട് തിരുവനന്തപുരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ആ ടീഷർട്ട് കല്യാണം അടിച്ചു പൊളിക്കാൻ പോകണം നാളെ. ഓക്കെ, എല്ലാവരും ചോദിക്കും അപ്പോ അച്ഛൻ എന്താ വാങ്ങിക്കാത്തത്? അതിനുള്ള ഉത്തരാണ് എക്സിബിഷൻ. ഞങ്ങൾ ഇന്നലെ പോയി, അല്ല ഇന്നലെ പോയി. അടിപൊളിയായിട്ട് അച്ഛന് ജുബ് എടുത്തില്ല അവിടെ നിന്ന്. ജുബ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് നാളെ കല്യാണത്തിനുണ്ടോ അല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം.